ഡ്രൈവ് ചെയ്യാ. ഇന്ന് എപ്പോ വരും? ഞാനൊരു സ്ഥലം വരെ പോയതായിരുന്നു. ഇനിയിപ്പോ ഒരു ഓഫീസിലൂടെ കയറിയിട്ടേ വരൂ. ഒരു ക്ലയന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അതുകൂടെ കഴിഞ്ഞേ ഞാൻ വരുള്ളൂ. ഓ, അപ്പൊ ഇന്നും പാതിര കഴിയൂലേ? ഇല്ലില്ല, ഒരു അരമണിക്കൂർ. ഓക്കെ ഓക്കെ, ബൈ. ബൈ ബൈ ബൈ. അവര് പോയില്ലോ അല്ലേ? ഇല്ലില്ല, അവര് നല്ല കലിപ്പിലിരിക്കുക. ഞാൻ 5 മിനിറ്റിനുള്ളിൽ എത്തി. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നി ഏട്ടാ, മനുഷ്യനെ പോസ്റ്റ് ആക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. നീ അവരെ എങ്ങനെയാലും ഒന്ന് പിടിച്ചിരുത്ത്. ഞാൻ 5 മിനിറ്റിനുള്ളിൽ എത്തി. ഞാൻ നോക്കട്ടെ. ശരി, ഓക്കെ. ഒന്ന് നിർത്താവോ? അല്ല പിന്നെ. സോറി ഗായ്സ്, കാത്തിരുന്ന് മുഷിഞ്ഞോ? ഒരു സ്ഥലം വരെ പോയതാ, അവിടെ ഞാനങ്ങ് പെട്ടുപോയി. ഹായ് മാത്യൂസ്. ഹായ് രജനി. ഹലോ. So, you weren't married for 9 years now? 9 years, 11 months and 23 days. Yeah, almost 8 hours now. That's not a long time. I think so. No. It's a long time. ഒരു ജന്മം തീർന്ന പോലെ. Is it supposed to be good? Anyway, both of you, how was your experience? അവിടെ പറഞ്ഞത് കേട്ടല്ലോ. He obviously meant in a bad sense. പിന്നെയും തുടങ്ങി ശല്യം. നിങ്ങൾ എന്നെ കീഴോട് നോക്കി കുശുഷ്കുന്നേ. ധൈര്യോടെ മുഖത്ത് നോക്കി എന്നെ കണ്ണി നോക്കി പറ. വക്കീല് കേട്ടല്ലോ, ഇതാണ് കുഴപ്പം. ഇതിന്റെ കൂടെ ഇത്രയും നാളും താമസിച്ച് എനിക്ക് വല്ല അവാർഡും തന്നെ. പിന്നെ ഇത് വീടല്ല കൊരക്കാൻ. How dare you mock me like this in front of others? അല്ല, ആരാ ആദ്യം തുടങ്ങിയത്? നിങ്ങൾ അല്ലാണ്ട് ആരാ? ഇപ്പൊ എല്ലാം എന്റെ കുറ്റായി അല്ലേ? At last you realize that. So you guys finished? I'm sorry. Sorry. I think you are convinced that ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റില്ലാന്ന്. Well, I'm not at all. ഞാൻ ചോദിക്കട്ടെ, can I talk to you guys separately? Oh yes. Yes, അതായിരിക്കും നല്ലത്. So Rajini, tell me. Tell me what? നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ. Why you want a divorce from him? Don't you have a list of questions? Like a questionnaire? No. Actually, what do you want? Obviously, a divorce from Matthews. I don't know if I can give you that. If I feel, I can submit the papers. But എനിക്കതിന് കാരണങ്ങൾ വേണം. എന്ത് കാരണങ്ങൾ? I need solid reasons for divorce. അതൊത്തിരി ഉണ്ട്. പറഞ്ഞ ഇന്നൊന്നും തീരത്തില്ല. കേട്ട് കഴിഞ്ഞ എന്നോട് ചോദിക്കും എങ്ങനെ ഇങ്ങേരുടെ കൂടെ ഇത്രയും നാളും കഴിഞ്ഞെന്ന്. ശരിക്കും? എന്നാലും പറ, കേൾക്കട്ടെ. He snores like a hell. Like a DTS cinema sound. ഞാനെന്നല്ല, അടുത്ത വീട്ടുകാർ പോലും ഉറങ്ങുന്നുണ്ടാവില്ല. അത്രയ്ക്ക് വലിയ കൂർക്കം വലിയ. She's not coping up to my expectation. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാ ഇപ്പോഴും പറയും രാജീവ് ഗാന്ധിയാന്ന്. അപ്ഡേറ്റ് അല്ല ഒരു കാര്യത്തിലും. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നെന്റെ വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ചേരോ? മാത്യൂസ് ഫേസ്ബുക്കിൽ 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ഇതെല്ലാം അറിയുന്നു. ഞാൻ 24 മണിക്കൂറും മൊബൈലോ കമ്പ്യൂട്ടറിലോ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന എങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും? അതുകൊണ്ട് സ്വന്തം വീട്ടിലെ അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യം അറിയണ്ടെന്നാണോ? അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളല്ലേ. മന്ത്രിമാർ അഴിമതി നടത്തുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്യുന്നതിന് ഞാൻ ഫേസ്ബുക്കിലൂടെ കമന്റോ ലൈക്കോ ഇട്ടാ അതൊക്കെ തീരുവോ? അവരിത് കാണുവോടെയില്ല. പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവർ ഞാൻ പറഞ്ഞതാ ശരിയെന്നും പറഞ്ഞ് തമ്മിത്തല്ലാം. എനിക്കിതിന് നേരമൊന്നുമില്ല. അതൊരു കുറവാണേൽ ഞാൻ സമ്മതിക്കുന്നു. എനിക്കിങ്ങനൊരു കുറവുണ്ട്. ഞാനും പറയാം. ജോലി കഴിഞ്ഞു വന്ന കോട്ടൂരി സോഫയിലിടും, ഷൂ ഊരി അവിടെ തന്നെ, കുളി കഴിഞ്ഞു വന്ന ടവല് ബെഡില്, അണ്ടർവെയർ ബെഡിന്റെ തലക്കിലും. ഇതൊക്കെ പെരക്കല എന്റെ പണി. അവക്കെന്നെ തീരെ ശ്രദ്ധയില്ല. ഉദാഹരണത്തിന് ഞാൻ ഈയിടെ പുതിയൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തു.
അവളത് കണ്ട ഭാവം പോലും നടിച്ചില്ല. ആ ഹെയർ സ്റ്റൈലോ ചാന്ത് പൊട്ടിലെ ദിലീപിനെ പോലുണ്ടായിരുന്നു. ഞാനത് കണ്ടായിരുന്നു. ഒരു തവണ ഞാൻ അവൾക്ക് നല്ല പന്നിക്കറി വെച്ചു കൊടുത്തേ, നല്ല സ്വാദായിരുന്നു. പന്നിതീറ്റ ഞാൻ നിർത്തിയിട്ട് വർഷം 2 ഇവക്ക് കുറെ സീരിയലുകളുണ്ട്. ഇതിന്റെ ഒന്നും പേര് പോലും എനിക്കറിയത്തില്ല. പരസ്പരം, കുങ്കുമപ്പൂവ്, കറുത്തമുത്ത്, ഇങ്ങനെ കുറേ അലകുലുത്തുകൾ. ഇതെല്ലാം കുത്തിയിരുന്ന് കാണും. ആ സമയത്ത് ഒരാന കുത്തിയാൽ പോലും ഇവളറിയത്തില്ല. യു നോ ഓൾ ദോസ് സീരിയൽ ഹസ്ബൻഡ്സ് ഹാവ് എക്സ്ട്രാ മെരിറ്റൽ അഫയേഴ്സ്. യെസ് ഹീസ് ലൈക്ക് ദാറ്റ് മെയിൽ ഷുവനിസ്റ്റ് ഹസ്ബൻഡ് ഇൻ ദ സീരിയൽസ്. പിന്നെ ഈ സീരിയലൊക്കെ നമ്മുടെ ജീവിതാനുഭവങ്ങളല്ലേ. സോ നിങ്ങളുടെ വീട്ടുകാർ അവരെന്ത് പറയുന്നു? ഞങ്ങളുടെ തീരുമാനത്തിന് വിട്ടിരിക്കുക. ചേർന്ന് പോകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാന്ന് അവരും പറയുന്നേ. വാസ് ഇറ്റ് എ ലവ് ഓർ അറേഞ്ച്ഡ് മാരേജ്? ലവ് മാരേജ്. ഇറ്റ് വാസ് ആൻ അപ്രൂവ്ഡ് മാരേജ്. ആൻ അറേഞ്ച്ഡ് ലവ് മാരേജ്. എന്റെ കൂടെ ഡൽഹിയിൽ ജോലി ചെയ്യുമായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് പോയതായിരുന്നു. അവിടെ അധികം പരിചയക്കാർ എനിക്കുണ്ടായിരുന്നില്ല. ശരിക്കും ബോറടിച്ച് അവരുടെ വീടിന്റെ ടെറസിൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കായിരുന്നു ഞാൻ. ഞങ്ങളൊക്കെ ടെറസിന്റെ മുകളിലായിരുന്നു. തിരക്കിൽ നിന്നൊഴിഞ്ഞ് കുറച്ചകലെയായി ഒരു കസേരയിലിരിക്കുന്ന ഒരു പെൺകുട്ടി. തല അല്പം താഴ്ത്തി വശത്തേക്ക് ചെരിച്ച്, മുടി മുഖത്തേക്ക് വീണ് കിടക്കുന്നതിനാൽ അവളുടെ മുഖം കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ മുടിയൊന്ന് മാറ്റിയൊന്നറിയാൻ, ആ മുഖമൊന്ന് കാണാൻ ഞാൻ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുമായിരുന്നു. ഇല്ല, മാറിയിട്ടില്ല. അപ്പൊ എവിടുന്നോ വന്ന ഒരു ഇളം കാറ്റിൽ ബാക്കി മുടി കൂടി അവളുടെ മുഖത്തേക്ക് വീണപ്പോ അവൾ മുഴുവൻ മുടിയും മുഖത്തുനിന്ന് മാറ്റി. മുഖത്തുനിന്ന് കണ്ണ് പറിക്കാൻ തോന്നിയില്ല. അവിടെ ഇരുന്ന് ബോറടിച്ച് എൻ്റെ അടുത്തേക്ക് മാത്യൂസ് വന്നു. ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് ആരും കാണാതെ മുങ്ങി. വി വെന്റ് ഫോർ എ ലോങ് വാക്ക്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ചെറുതായി മഴ ചാറുന്നുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. The most unforgettable moment in my life. കുൽഫി വിൽക്കുന്ന ഒരു പയ്യൻ അപ്പോഴാ വഴി വന്നു. കച്ചവടമെല്ലാം കഴിഞ്ഞതിനാൽ അവൻ്റെ കയ്യിൽ ഒരു കുൽഫി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളത് വാങ്ങി ഷെയർ ചെയ്തു. You guys never wanted a child? Doctor said she won't be able to conceive. അതവൾക്ക് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അതവളെ ഡിപ്രഷനിലെത്തിച്ചു. Doctor said, I can't have a baby. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നെനിക്കറിയില്ലായിരുന്നു. അഡോപ്ഷൻ എന്നൊരു ഓപ്ഷൻ അത് മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ബട്ട് I don't think he was saying it genuinely. I feel like it was just like a consolation prize for me. Do you think he has an affair? An extramarital affair like in your TV serial? മത്തായിച്ചനോ? നോ നോ നോ, അങ്ങേർക്ക് അങ്ങനെ ഒരു ഞരമ്പ് രോഗമൊന്നുമില്ല. No, she can't cheat me. She already have the best. The best gift. മസാല ദോശ. Ah. ഞാൻ അവൾക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കായിരുന്നു. ഉള്ളത് പറയാലോ, സാധനം കൊള്ളാം. ആദ്യം ഞാൻ വിചാരിച്ച സൂത്രത്തിൽ വല്ല കടയിൽ നിന്നും വാങ്ങിയതാന്നാ. ആന കരിമീൻ തോട്ടത്തിൽ കയറിയത് പോലത്തെ കിച്ചൺ കണ്ടപ്പോഴാ മനസ്സിലായല്ലാന്ന്. But I know she loved my മസാല ദോശ. So ഞാൻ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? Can you hold it for a while?
ദാ ഇവിടെ വെച്ചേക്ക്. പ്ലീസ് ഗോ അഹെഡ്. കുൽഫി അത് ഒരെണ്ണം. എന്ത് ചെയ്യാം, അവിടെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിൻമിഴികളിൽ ഇന്നൊഴുകിയ നോവറിയുന്നു ഞാൻ, നീ എന്നും എന്റേതെന്നറിയുന്നു ഞാൻ. ഓർമ്മകളിലെ തേൻ നുകരുവാൻ പോയിടാം സഖി, നീ എന്റെ അനുരാഗമാണെൻ സഖി. ഒരു നാളും പിരിയാതെ ഇനി എന്നും തുണയായി ഞാൻ, ഒരേ കനവുകൾ കാണാമിനി നാം. എന്താ എനിക്കൊരു ഡിവോഴ്സ് വേണം. എന്നാ പറ്റി? എന്റെ കെട്ടിയോൻ സമയത്ത് വീട്ടിൽ വരുന്നില്ല. വന്നാലും ഏത് നേരവും അതേ ഞാൻ ഫോണിനകത്താ. എനിക്ക് പ്രായമായി, എന്റെ കുട്ടികളൊക്കെ വലുതായി, മുടിയൊക്കെ നരച്ചും തുടങ്ങി. എന്റെ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കുന്നേ ഇല്ല. സോ എനിക്ക് ഡിവോഴ്സ് വേണം. മറ്റേ സാധനം ഉണ്ടോ? എന്നതേട്ടാ? മറ്റേ ടീമിന് കൊടുത്ത സാധനം എന്താ അതിന്റെ പേര്?